വേശ്യകളുടെ ഒരു ദിവസം ആരംഭിക്കുന്ന വൈകുന്നേരമാണ്. സാധാരണ നമ്മുടെയൊക്കെ ഓരോ ദിവസവും ആരംഭിക്കുന്ന പ്രഭാതത്തിലാണ്. വൈകുന്നേരം അവർ സെൻറ്റൊക്കെ പൂശി പൗഡറൊക്കെ ഇട്ട് പിന്നെ വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തേക്ക് പോകും. പോയി കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഓരോരുത്തരെ വശീകരിക്കും. ഞാനൊരിക്കൽ റെയിൽവേ സ്റ്റേഷനിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന വേശ്യാതെരുവിലെ ഒരു സഹോദരി ഒരുത്തിനെ വിളിക്കണേ ഞാൻ കണ്ടു. പോരുന്നോ, കൂടെ വരാവോ, വേണോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവരുടെ നട്ടും നടപ്പും കണ്ണിട്ടുള്ള വിളിയൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇതിനോട് താല്പര്യമുള്ള വ്യക്തികൾ മനസ്സിലാവും. അവരതിൻ്റെ കൂടെ പോകും. എന്നിട്ട് ഇവർ സാധാരണ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ലോഡ്ജിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ താമസിച്ചാണ് വേശ്യാവൃത്തി നടത്തുന്നത്. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളായി ഇവരുടെ തലങ്ങൾ. അത് കഴിഞ്ഞ് അവർ രാത്രിയിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാവിലെ പ്രഭാതത്തിൽ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പിന്നെ ഉറക്കമാണ്. വെള്ളവും കുടിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങും. വെള്ളം കൂടി, പുകവലി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഇവരുടെ ഭാഗമാണ്. ഞാൻ കണ്ടതെന്നു വെച്ചാൽ ഇവരെല്ലാം കടക്കാരാണ്. 10 പൈസ മിച്ചം വയ്ക്കുന്ന സ്വഭാവമില്ല. കിട്ടുന്ന കാശൊക്കെ അപ്പോഴേ അടിച്ച് തീർത്തില്ലെങ്കിൽ ഇവർക്ക് സമാധാനമില്ല. ഇവർക്ക് വേശ്യകൾക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ഒരു 80% പേരും കടക്കിണിയിലാണ്. എല്ലാം തീർത്ത് കടം മേടിച്ചാലേ സമാധാനമുള്ളൂ. അതിനിഷ്ടം പോലെ പാർട്ടീസ് ഉണ്ട് താനും. ബ്ലൈഡുകാരും അതുപോലെ തന്നെ ബാങ്കുകാരും ഒക്കെ കടം വേണോ എന്ന് ചോദിച്ച് നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് ഇവർ രാവിലെ വന്ന് കിടന്നങ്ങ് ഉറങ്ങും. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ പിന്നെ അവർ തന്നെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അവർ ഈ പണിക്ക് തന്നെ പോകും. എല്ലാ ദിവസവും ഒന്നും പോകത്തില്ല. കുറച്ച് ദിവസം ചിലപ്പോൾ 5-6 ദിവസമൊക്കെ കടമൊക്കെ മേടിച്ച് അവിടെ ഇടിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങ് പോകും. ഇങ്ങനെയാണ് ഇവരുടെ ഒരു ദിവസത്തെ തലങ്ങളുള്ളത്. ഞാൻ കാണുന്ന തലം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ആലുവയിലും ഉള്ള തെരുവിൽ നിന്ന് പല സ്ഥലത്തേക്ക്, പറവൂർ, എറണാകുളം, തൊടുപുഴ ഒക്കെ ഇങ്ങനെ അകലെയുള്ള സ്ഥലത്തേക്കൊക്കെ ഇവർ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇവർ ഈ തെറ്റ് ചെയ്യുക മാത്രമല്ല, അവിടെയുള്ള പിന്നെ രോഗങ്ങളും പരത്തുന്നുണ്ട്. സിഫിലിസ്, ഗുണേറിയ തുടങ്ങിയ രോഗങ്ങളും പരത്തുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയാണ് ഞാൻ കണ്ടത്. കർത്താവ്, ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മനുഷ്യ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന മാരകമായ രോഗങ്ങൾ പരത്തുന്ന ഇവരെ കർത്താവ് തിന്മയിൽ നിന്ന് മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.